ഭഗവത്ഗീത യഥാരൂപം അധ്യായം 14 ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകങ്ങൾ 12 മുതൽ 15 വരെ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ശ്ലോകം 12. ലോഭഃ ലോഭഃ പ്രവൃത്തി ആരംഭ കർമ്മണ അശമ സ്പൃഹ രജസി ഏതാനി ജായന്തെ വിവൃതേ ഭരതർഷഭ. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണ അശമസ്പൃഹ രജസേതാനി ജായന്തെ വിവൃതേ ഭരതർഷഭ. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണ അശമസ്പൃഹ രജസേതാനി ജായന്തെ വിവൃദ്ധേ ഭരതർഷഭ. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണ അശമസ്പൃഹ രജസേതാനി ജായന്തെ വിവൃദ്ധേ ഭരതർഷഭ. ഹരേ കൃഷ്ണ പ്രഭുജി. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണ അശമസ്പൃഹ രജസ്യേതാനി ജായന്തെ വിവൃദ്ധേ ഭരതർഷഭ. ഭരതർഷഭ, ഹേ ഭരതർഷഭ, ലോഭം, പ്രവൃത്തി അല്ലെങ്കിൽ ചേഷ്ട, കർമ്മണ കർമ്മങ്ങളുടെ, ആരംഭം, ശമമില്ലായ്മ, അസ്ഥിരത, സ്പൃഹ ആഗ്രഹം, ഏതാനി ഇവ, രജസ് അല്ലെങ്കിൽ രജോ ഗുണം, വിവൃദ്ധേ വർദ്ധിച്ചിരിക്കുമ്പോൾ, ജായന്തേ ജനിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു. ഹേ ഭാരതശ്രേഷ്ഠ, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ബലോദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഭാവാർത്ഥം വൈഎസ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിക്ക്. രജോ ഗുണ സ്വഭാവി തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനത്താൽ ഒരിക്കലും സംതൃപ്തനാകാറില്ല. അത് ഉയർത്താനായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. തനിക്ക് ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൊട്ടാരം പോലെയുള്ള ഒന്നാവണമെന്നായിരിക്കും ഉദ്ദേശിക്കുക. താനതിൽ എന്നെന്നും താമസിക്കാൻ പോകുന്നു എന്നാണ് അയാളുടെ വിചാരം. അയാൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ അത്യാർത്തിയുണ്ട്. അതിന് അറുതിയില്ല. ആ വീട്ടിൽ കുടുംബസമേതം താമസിച്ച് എന്നെന്നും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. രജോ ഗുണത്തിന്റെ സ്വഭാവമാണിതെല്ലാം എന്ന് മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്ലോകം 13. അപ്രകാശ അപ്രവൃത്തി ച പ്രമാദോ മോഹ തമസി ഏതാനി ജായന്തെ വിവൃദ്ധേ കുരുനന്ദന. അപ്രകാശോ അപ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവ ച തമസേതാനി ജായന്തെ
തമസ്യേതാനി ജായന്തെ വിവൃദ്ധേ കുരുനന്ദന വിവൃദ്ധേ നന്ദന അപ്രകാശോ അപ്രവൃത്തിശ്ച അപ്രകാശോ അപ്രവൃത്തിച്ച പ്രമാദോ മോഹ ഏവ ച പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തെ തമസ്യേതാനി ജായന്തെ വിവൃദ്ധേ കുരുനന്ദന വിവൃദ്ധേ കുരുനന്ദന അപ്രകാശോ അപ്രവൃത്തിശ്ച അപ്രകാശോ അപ്രവൃത്തിച്ച പ്രമാദോ മോഹ ഏവ ച പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തെ തമസ്യേതാനി ജായന്തെ വിവൃദ്ധേ കുരുനന്ദന വിവൃദ്ധേ കുരുനന്ദന ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അതാണ് അർത്ഥം. കുരുനന്ദന, ഹേ കുരുനന്ദന, അപ്രകാശ, അപ്രകാശവും അപ്രവർത്തിച്ച പ്രവൃത്തി അഥവാ ചേഷ്ടയില്ലായ്മയും അനുദ്യമശീലവും പ്രമാദവും മോഹ ഏവച മോഹവും ഏതാനി ഇവ തമസി തമസ് തമോഗുണം വിവൃദ്ധേ വർദ്ധിക്കുമ്പോൾ ജായന്തേ ഉണ്ടാകുന്നു. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. കുരുനന്ദന, തമോഗുണം വളരുമ്പോൾ തേജസ്സില്ലായ്മ, അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് ജയ്. തേജസ്സില്ലാത്തിടത്ത് ജ്ഞാനമില്ല. താമസ സ്വഭാവ നിയന്ത്രിത തത്വത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. തന്നിഷ്ടം പോലെ ഒരു ഉദ്ദേശവുമില്ലാതെ പ്രവർത്തിക്കാനാണ് അയാൾക്കിഷ്ടം. അധ്വാനശേഷി അയാൾക്കുണ്ടെങ്കിലും അതുപയോഗിക്കാൻ തുനിയില്ല. ഇതിനെ വ്യാമോഹം എന്ന് പറയുന്നു. ബോധാവസ്ഥയിലാണെങ്കിലും ഇക്കൂട്ടരുടെ ജീവിതം കർമ്മരഹിതമാണ്. ഇതാണ് താമസ സ്വഭാവിയുടെ ലക്ഷണങ്ങൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 14. യഥാ യഥാ സത്വേ പ്രവൃത്തേ തു പ്രളയം യാതി ദേഹവൃത് തഥാ ഉത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യത്തെ. യഥാ സത്വേ പ്രവൃത്തേ തു യാതി ദേഹവൃത് തദോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യത്തെ. യഥാ സത്വേ പ്രവൃത്തേ തു പ്രളയം യാതി ദേഹവൃത് തദോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യത്തെ. യഥാ സത്വേ പ്രവൃത്തേ തു പ്രളയം യാതി ദേഹവൃത് തദോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യഥാ സത്വേ പ്രവൃത്തേ തു പ്രളയം യാതി ദേഹഭൃത് തദോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യത്തെ. യഥാ തു എപ്പോഴാകട്ടെ സത്വേ സത്വഗുണം പ്രവൃത്തമായിരിക്കുമ്പോൾ വർദ്ധിക്കുമ്പോൾ ദേഹഭൃത് ദേഹി പ്രളയം നാശം മരണം യാതി പ്രാപിക്കുന്നു. തഥാ അപ്പോൾ ഉത്തമവിധം ശ്രേഷ്ഠരായ തത്വജ്ഞാനികൾ അമലാൻ വിശുദ്ധങ്ങളായ ലോകങ്ങളെ പ്രതിപദ്യത്തെ പ്രാപിക്കുന്നു. സാത്വികർ മരിക്കുമ്പോൾ ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിലെത്തുന്നു. ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി. സത്വഗുണസമ്പന്നൻ ബ്രഹ്മലോകം, ജനലോകം മുതലായ ഉത്തമ ഗ്രഹങ്ങളിൽ എത്തിച്ചേർന്ന് ദേവതുല്യമായ ആനന്ദമനുഭവിക്കും. അമലാൻ എന്ന പദം ഇവിടെ പ്രസക്തമാണ്.
രജസ്തമോ ഗുണങ്ങൾ തീണ്ടാത്തത് എന്നാണ് ഇതിനർത്ഥം. ഭൗതിക ലോകത്തിൽ മാലിന്യങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും പരിശുദ്ധമായ സത്വഗുണമാണ്. വ്യത്യസ്തരായ ജീവാത്മാക്കൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഗ്രഹങ്ങളുണ്ട്. സത്വഗുണത്തിൽ വർത്തിക്കുമ്പോൾ മരിക്കുന്നവർ ഋഷിവര്യരും മഹാഭക്തരും വാഴുന്ന ഗ്രഹങ്ങളിലേക്ക് ഉയരും. ഹരേ കൃഷ്ണ. കൃഷ്ണ. ശ്ലോകം 15. രജസി രജസി പ്രളയം ഗത്വാ കർമ്മസംഖ്യഷു ജായതേ തഥാ പ്രലീന തമസി മൂഢയോനിഷു ജായതേ രജസി പ്രളയം ഗത്വാ ജായതേ തദാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായതേ രജസി പ്രളയം ഗത്വാ കർമ്മസംഖ്യഷു ജായതേ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായതേ രജസി പ്രളയം ഗത്വാ കർമ്മസംഖ്യഷു ജായതേ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായതേ. ഹരേ കൃഷ്ണ പ്രഭു. രജസി പ്രളയം ഗത്വാ കർമ്മസംഖ്യഷു ജായതേ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായതേ. പദവിച്ഛേദം. രജസി രജോ ഗുണത്തിൽ, പ്രളയം മരണത്തെ, ഗത്വ പ്രാപിച്ചിട്ട്, കർമ്മസംഖ്യഷു കർമ്മസക്തന്മാരുടെ ഇടയിൽ, ജായതേ ജനിക്കുന്നു, തഥാ പ്രകാരം, തമസി തമോ ഗുണം, ലീനഹ പ്രലീനനാകുന്നവൻ മൃതനാകുന്നവൻ, മൂഢയോനിഷു മൂഢയോനികളിൽ അജ്ഞാനികളുടെ ഇടയിൽ, ജായതേ ജനിക്കുന്നു. വിവർത്തനം. രജോ ഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ ഫലമുദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. തമോ ഗുണത്തോടെ മരിക്കുന്നവരാകട്ടെ മൃഗങ്ങളായിട്ടാണ് പിറക്കുക. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ മഹാരാജിക്ക് ജയ്. ഒരിക്കൽ മനുഷ്യനായി ജനിച്ച ജീവാത്മാവ് പിന്നീട് ഒരിക്കലും താഴ്ന്ന പടികളിലേക്ക് ഇറങ്ങില്ലെന്ന് ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ മരിച്ച ശേഷം മൃഗരൂപത്തിലുള്ള ജീവിതത്തിലേക്ക് തരം താഴ്ത്തപ്പെടുമെന്ന് ഈ ശ്ലോകം ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ അധപതിച്ച നിലയിൽ നിന്ന് പരിണാമ പ്രക്രിയയിലൂടെ അയാൾക്ക് വീണ്ടും മനുഷ്യജീവിതത്തിലേക്ക് ഉയർന്നു വരണം. അതുകൊണ്ട് മനുഷ്യജീവിതത്തെപ്പറ്റി ഗൗരവത്തോടെ ചിന്തിക്കുന്നവരെല്ലാം സത്വഗുണം പരിശീലിച്ചുകൊണ്ട് സജ്ജന സമ്പർക്കത്താൽ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. ഇതാണ് മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം. ഇങ്ങനെയല്ലാതെ ഒരാൾക്ക് വീണ്ടും മനുഷ്യനായി പിറക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഹരേ കൃഷ്ണ മാതാജി. ചൈതന്യം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ത്രിപുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിപൂർണസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിത. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവക്തി പാശ്ചാത്യദേശകാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാർഷഭാനവീ ദേവി ദൈത്യായ കൃപാത്രയേ കൃഷ്ണസംബന്ധവിഘ്നദായിനി പ്രഭവേ നമഃ. മാധുര്യോജന പ്രൈമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ.
നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനകാരിണി രൂപാനുഭാവിരുദ്ധ സിദ്ധാന്താരിണി. നമോ ഓം ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംഭുതേ പാദാംബുജായ തേ നമഃ. നമോ ഓം ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തി സ്വരൂപായ രൂപാനുഭാവരായ തേ ഗൗരാവിർഭവഭൂമിസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവകർമ്മ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീ രൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീ ജീവ ഗോപാല ഭട്ട രഘുനാഥ കേശായ ഗോശായ ഗൗരി ചരൺ ബന്ധൻ ജഹാമോദ വിഘ്നം അഭീഷ്ടപൂരൻ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ രഘുഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശത്രുകം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. വേദാം സുരതോ പങ്കുർ മമ മന്ത്രമതേർദതി മത്സർവസ്വപദാംബോജോ രാധാ മദന മോഹനോ ദിവ്യാദ്വൃന്ദാരണ്യ കൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീല ഗോവിന്ദ ദേവോ ജ്യേഷ്ഠാലഭി സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭി വംശീവടത്തടസ്ഥിതഃ ദർശൻ വേണു സ്വനിർഗോപി ഗോപിനാഥാശ്രയേസ്തുനാ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓരോരുത്തരുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ശരികൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് ശിക്ഷാഗുരുവിന്റെയും ശീലപ്രഭാവിന്റെയും കൃഷ്ണപരമ്പരയിലെ ആചാര്യന്മാരുടെയും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിരാരംഭ രജസേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ഹേ ഭാരതശ്രേഷ്ഠ, രജോഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഹരേ കൃഷ്ണ. ഭഗവാൻ പ്രകൃതിയിലെ ത്രിഗുണങ്ങളെ കുറിച്ച് അർജുനന് വിവരിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചത് സത്വഗുണത്തിന്റെ പ്രഭാവം എങ്ങനെയാണ് ഒരു ജീവാത്മാവില് പ്രകടമാകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചു സത്വഗുണത്തില് ഇരിക്കുന്ന വ്യക്തിയുടെ നവദ്വാരങ്ങൾ അതെല്ലാം പ്രകാശമാനമായിരിക്കും അല്ലെ. സത്വഗുണം വർദ്ധിച്ചു വരുമ്പോൾ ആ നവദ്വാരങ്ങളിലും അതിന്റെ പ്രഭാവം കാണുന്നു. അതായത് ആ ജീവാത്മാവിന് ജ്ഞാനം വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ആ ജ്ഞാനത്തിന്റെ പ്രകാശമാണ് ആ നവദ്വാരങ്ങളിലൂടെ പ്രകടമാകുന്നത്. സത്വഗുണത്തിലിരിക്കുന്ന വ്യക്തിക്ക് നിർമ്മലമാണ് അല്ലെ. പഠിച്ച സത്വഗുണത്തിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചറിൽ നമ്മൾ പഠിച്ചതാണ്. അവർക്ക് നിർമ്മലമാണ് അല്ലെ, അവർ മാലിന്യങ്ങൾ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ നിർമ്മലമായിരിക്കുന്നത് കൊണ്ട് അവർക്ക് ജ്ഞാനം സമ്പാദിക്കാൻ അവർക്ക് കഴിയുന്നു. ആ സത്വഗുണത്തിലുള്ള ജീവാത്മാവിന്റെ വിവരണം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ഇനി 12ഉം 13ഉം ശ്ലോകത്തില് പറയാൻ പോകുന്നത് രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും പ്രഭാവം എങ്ങനെയാണ് ജീവാത്മാക്കളില് കാണപ്പെടുന്നത്, അതിന്റെ പ്രഭാവം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ വ്യക്തികളുടെ എങ്ങനെയാണ് അത് രജോ ഗുണവും തമോ ഗുണവും കാണുന്നത്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൽ നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്നതെന്നാണ് അടുത്ത 12-13 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തരുന്നത്. അത് രജോ ഗുണികൾക്ക് ലോഭം, അതായത് അവർക്ക് അത്യാർത്തി, അതായത് ആസക്തി, മറ്റ് ഒരു ആളുടെ കയ്യിലുള്ള സാധനം അവർക്ക് സ്വന്തമാക്കണം, അതിനെക്കുറിച്ചുള്ള അത്യാഗ്രഹം, ആ ആർത്തി കൊണ്ട് അവർ അതിനു വേണ്ടി
കഠിനമായി പ്രവർത്തിക്കും. അത് കിട്ടാൻ വേണ്ടി അവര് കഠിനമായ പ്രവർത്തനം, ഫലോദിഷ്ടമായ പ്രവർത്തനം, അത് അവർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഫലം കാംക്ഷിച്ചുകൊണ്ടാണ് അവര് പ്രവർത്തനം ചെയ്യുന്നത്. നമ്മളൊരു ജോലി ഏൽപ്പിച്ചാൽ അതുകൊണ്ട് തനിക്ക് എന്ത് പ്രയോജനം, തനിക്ക് എന്ത് കിട്ടും, അതാണ് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം. എന്ത് ചെയ്താലും അതിന് പ്രതിഫലം കിട്ടണം. ആ ഒരു സ്വഭാവമാണ് രജോഗുണികൾക്ക് എപ്പോഴും. അതുകൊണ്ട് തന്നെ അവര് കഠിനമായി പ്രയത്നം ചെയ്യും, അവർക്ക് ആസക്തി ഉള്ളത് കൊണ്ട്. അതായത് ഭൗതിക കാര്യങ്ങളിൽ ഇന്ദ്രിയാസ്വാദനമാണ് അവരുടെ മെയിനായ ലക്ഷണം, അല്ലെ? അപ്പൊ ആ ഇന്ദ്രിയാസ്വാദനം നേടാൻ വേണ്ടി അവര് കഠിനമായി പ്രവർത്തനം ചെയ്ത് ആ ജോലി ചെയ്തതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം, ആ പ്രതിഫലം കൊണ്ട് അവര് ഇന്ദ്രിയാസ്വാദനം നേടുന്നു. അതിനുവേണ്ടി അവര് കഠിനമായി പ്രയത്നിക്കും. അടക്കാനാവാത്ത ആഗ്രഹം, അതായത് എന്ത് കണ്ടാലും അത് അവർക്ക് കിട്ടണം, അതായത് അഹം അമേതി, അത് എന്റേതാക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ഞാൻ എന്റേത്, എല്ലാം കാണുന്നതെല്ലാം അവർക്ക് സ്വന്തമാക്കണം. അതായത് ഇപ്പോ ഭൗതിക ലോകത്ത് കാണുന്ന ഓരോ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആയാലും അതിന്റെയൊക്കെ പുതിയ പുതിയ വേർഷൻസ് ഇറങ്ങുമ്പോൾ അത് സ്വന്തമാക്കണം. അതിനുവേണ്ടി അവര് കഠിനമായി പ്രയത്നിച്ച് അത് നേടാൻ, അത് സ്വന്തമാക്കാനായിട്ട് അവർ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവരുടെ ആഗ്രഹങ്ങൾ. എന്തൊക്കെ പുതിയത് ഉണ്ടാകുന്നുവോ അതൊക്കെ അവർക്ക് നേടണം. അതൊക്കെ രജോഗുണികളുടെ ആഗ്രഹങ്ങളാണ്. ഈ ലക്ഷണങ്ങളൊക്കെയാണ് രജോഗുണികളിൽ കാണപ്പെടുന്നത്. രജോഗുണ സ്വഭാവി തനിക്ക് കിട്ടിയുള്ള സ്ഥാനത്തിൽ ഒരിക്കലും സംതൃപ്തനാകാറില്ല. അതായത് അവർ പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ അവർ തൃപ്തനാകുന്നില്ല. അതിന്റെ മുകളിലേക്കുള്ള ആ സ്ഥാനങ്ങൾ, അതിലേക്ക് അവർക്ക് എത്തണം. ഏറ്റവും മുകളിലുള്ള ആ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ഒരു സ്ഥാനത്ത് ഇരുന്നാൽ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവർക്ക് കഴിയില്ല. എന്നാൽ സത്വഗുണികൾക്കാണെങ്കിൽ അവര് ആ കിട്ടിയ ഏതാണോ അവരുടെ സ്ഥാനം അതുകൊണ്ട് അവർ തൃപ്തിപ്പെടും. അവർക്ക് പുതിയ പുതിയ ആഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും നേടാനുള്ള ആഗ്രഹം സത്വഗുണികൾക്ക് ഉണ്ടാകുന്നില്ല. എന്നാൽ രജോഗുണികൾക്ക് അങ്ങനെയല്ല. വീണ്ടും വീണ്ടും അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു ശമനം വരുന്നില്ല. കർമ്മണ അശമസ്പൃഹ, അവർക്ക് അതിനോട് ശമം വരുന്നില്ല, തൃപ്തി വരുന്നില്ല. ആ നിൽക്കുന്ന പൊസിഷനിൽ തൃപ്തി വരാത്തത് കൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും ആ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഉയർത്താനായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. തനിക്ക് ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൊട്ടാരം പോലെയുള്ള ആവണമെന്നായിരിക്കും ഉദ്ദേശിക്കുക. താൻ അതിൽ എന്നെന്നും താമസിക്കാൻ പോകുന്നു എന്നാണ് അയാളുടെ വിചാരം. അയാൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ അത്യാർത്തിയുണ്ട്, അതിന് അറുതിയില്ല. അതായത് അവരൊരു വീടുണ്ടാക്കാൻ, എന്റെ വീടാണ് ഏറ്റവും വലുത്, സുന്ദരമായത്, അതിനേക്കാൾ വലുതായി ആരും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഒരു ആഗ്രഹമാണ് അവർക്ക്. അവർ ചെയ്യുന്നതെല്ലാം ഏറ്റവും ടോപ്പായിരിക്കണം. അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് അവർ അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അതിലെന്തൊക്കെ സുഖ സൗകര്യങ്ങൾ എന്തൊക്കെ സൃഷ്ടിക്കാൻ പറ്റും അതൊക്കെ അവർ ചെയ്യും. എന്നാൽ അവരുടെ വിചാരം എന്താണ്? ആ ഭവനത്തിൽ കുടുംബത്തോടുകൂടി സന്തോഷത്തോടെ ജീവിക്കുക, ഇതാണ് ഈ ജീവിതത്തിൽ ഏറ്റവും സുഖപ്രദമായത്, ഇതിനപ്പുറത്തേക്ക് ഒരു സുഖമില്ല. അതാണ് അവരുടെ ചിന്ത. അങ്ങനെ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുക, അതാണ് ഈ ഭൗതിക ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അവരുടെ വിചാരം. ആ വീട്ടിൽ കുടുംബസമേതം താമസിച്ച് എന്നെന്നും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. രജോ ഗുണത്തിന്റെ സ്വഭാവമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കണം. അതായത് സത്വഗുണികൾക്ക് ഈ തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അവർക്ക് ജ്ഞാനം, അവരുടെ നിർമ്മലമായതുകൊണ്ട് അവർക്ക് ജ്ഞാനം സമ്പാദിക്കാം. ഇങ്ങനെ ഭൗതികമായ സുഖ സംവിധാനങ്ങളിലൊന്നും അവർക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് ജ്ഞാനം ഉണ്ട്. പക്ഷെ അവരും സുഖത്തിൽ ബന്ധിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? അവർ ചെയ്യുന്ന കർമ്മത്തിൽ, അതായത് ശാസ്ത്രജ്ഞന്മാരായാലും കവികളായാലും അവരുടെ മേഖലയിൽ അവര് വളർച്ചയുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ഭൗതികതയിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. പക്ഷെ അവർക്ക് ജ്ഞാനമുണ്ട്. ഇവർക്ക് ജ്ഞാനം ഉണ്ടെങ്കിലും അവർ ഭൗതികതയിൽ പെട്ടുപോകുന്നു. അവർ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി പോകുന്നത് കൊണ്ട് അവർക്ക് ജ്ഞാനത്തിലേക്ക് എത്താൻ അവർക്ക് മുഴുവനായിട്ട് കഴിയുന്നില്ല. ഇതാണ് രജോ ഗുണികളുടെ പ്രഭാവം പറയുന്നത്. അവരുടെ എന്തൊക്കെയാണ് അവരിൽ കാണുന്ന ആ രജോ ഗുണത്തിന്റെ പ്രഭാവം എന്തൊക്കെയാണെന്ന് വെച്ചാല് അവർക്ക് ലോഭം, അവർക്ക് അത്യാർത്തിയാണ്. മറ്റുള്ളവരുള്ളത് സ്വന്തമാക്കണം, അത് എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം. നമ്മുടെ കയ്യിലും അത് ഉണ്ടാകണം. നമുക്കൊരു അവരുടെ നിന്ന് നമുക്കൊരു കുറവ് വരാൻ പാടില്ല. കാരണം നമ്മളെപ്പോഴും മികച്ചതായിരിക്കണം. അവർക്ക് അതും വേണം, എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അവരിങ്ങനെ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. പിന്നെ കിട്ടിയാലും ഒരു പൊസിഷനിൽ ഇരുന്നാലും അതിൽ അവർക്ക് തൃപ്തി വരുന്നില്ല. അശമസ്പൃഹ എന്ന് പറയുന്നത് അല്ലെ, അശമ, അതായത് സ്ഥിരതയില്ല അവർക്ക്. അതിൽ തന്നെ ഇരിക്കാനുള്ള ഒരു മനസ്സ് അവർക്കില്ല. അവർക്ക് എപ്പോഴും ആഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നാലെ ഓരോ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒന്ന് കിട്ടിയാൽ അതിനേക്കാൾ മികച്ചത്. ഇപ്പോ ഒരു മൊബൈൽ ആണെങ്കിൽ ഇപ്പോ കിട്ടിയ ഏതാണോ ആ മോഡല് അതിനേക്കാൾ
അതിനേക്കാൾ സൗകര്യങ്ങൾ അതിൽ കൂടിയ ഏതൊക്കെ മൊബൈൽ ഇറങ്ങുന്നുണ്ട്, അപ്പൊ അതൊക്കെ സ്വന്തമാക്കണം. ഏതായാലും അങ്ങനെ കാറുകളായാലും അതൊക്കെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം, അതിനുവേണ്ടി കഠിന പ്രയത്നങ്ങൾ ചെയ്യുന്ന അവരാണ് രജോ ഗുണികൾ. അവരെപ്പോഴും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അടുത്തത് 13ാമത്തെ ശ്ലോകം. അതിൽ പറയുന്നത് തമോ ഗുണികളെ പറ്റിയാണ്. അപ്രകാശോ അപ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. തമോ ഗുണം വളരുമ്പോൾ തേജസ് ഇല്ലായ്മ, അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു. നമ്മൾ മുമ്പ് പഠിച്ചതാണല്ലേ, തമോ ഗുണത്തിൽ പെടുന്നവർക്ക് അവർക്ക് അജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആലസ്യം, അവർക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയല്ല അവർക്ക്. എപ്പോഴും നിദ്ര, പ്രമാദം, പിന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതില് ശ്രദ്ധയില്ലാതെയാണ് അവർ ചെയ്യുന്നത്. അവർക്കൊരു ഓർഡർ ഇല്ലാത്ത ജീവിത ശരിയാണ് അവര് പുലർത്തിപ്പോരുന്നത്. ഒന്നിനും ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ എല്ലാം തോന്നുന്ന പോലെ. തേജസ് ഇല്ലാത്തിടത്ത് ജ്ഞാനമില്ല. അതായത് പ്രകാശമില്ലെങ്കിൽ അവിടെ ജ്ഞാനമില്ല. ജ്ഞാനമുണ്ടെങ്കിൽ അവിടെ അജ്ഞാനത്തിന് സ്ഥാനമില്ല. അതുപോലെ തേജസ് ഇല്ലാത്തിടത്ത് ജ്ഞാനവുമില്ല. താമസ സ്വഭാവി നിയന്ത്രിത തത്വത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. തന്നിഷ്ടം പോലെ ഒരു ഉദ്ദേശവുമില്ലാതെ പ്രവർത്തിക്കാനാണ് അയാൾക്കിഷ്ടം. അധ്വാനശേഷി അയാൾക്കുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ തുനിയില്ല. ഇതിനെ വ്യാമോഹം എന്ന് പറയുന്നു. ബോധാവസ്ഥയിലാണെങ്കിലും ഇക്കൂട്ടരുടെ ജീവിതം കർമ്മരഹിതമാണ്. ഇതാണ് താമസ സ്വഭാവിയുടെ ലക്ഷണങ്ങൾ. അതായത് അവർക്ക് പ്രയത്നിക്കാനുള്ള മനസ്സില്ല. കഴിവുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള ഒരു മനസ്സില്ല. അവരെപ്പോഴും ആലസ്യത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാകുന്നില്ല. ഇത് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ചിന്തയിൽ അവര് ഇരിക്കും. ഞാൻ ചെയ്താൽ അത് ശരിയാകില്ല. അങ്ങനെ അവരാ ചെയ്യുന്ന പ്രവൃത്തിയെ വേണ്ടാന്ന് വെക്കും. അത് ചെയ്താൽ ശരിയാവില്ല എന്നൊരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൂടി അവര് ചെയ്യുന്നില്ല. അതാണ് താമസ സ്വഭാവികളുടെ ലക്ഷണങ്ങൾ. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അജ്ഞാനത്തിൽ, അവർക്ക് അജ്ഞാനമാണ്, ഒന്നിനെ കുറിച്ചുള്ള അറിവും അവർക്ക് ഉണ്ടാകുന്നില്ല. അവരെപ്പോഴും ആലസ്യത്തിൽ പെട്ടുകിടക്കുകയാണ്. പിന്നെ അവർക്ക് അശ്രദ്ധ, അതാണ് അവരുടെ മെയിൻ ആയത് അല്ലെ. അശ്രദ്ധയില് അവർക്ക് ഒന്നും ഒരു കൃത്യനിഷ്ഠമില്ലാതെ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൃത്യനിഷ്ഠയില്ലാതെ അവർക്ക് തോന്നിയ പോലെ അവരുടെ ജീവിത ചര്യ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മുന്നേറാൻ സാധിക്കാത്തതും അവർക്ക് ജ്ഞാനം ലഭിക്കാത്തതും. 18ാമത്തെ അധ്യായത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഓരോ സത്വഗുണികളുടെയും രജോ ഗുണികളെയും താമസ സ്വഭാവികളെയും കുറിച്ച്. അതില് സത്വഗുണികളെ പറയുന്നുണ്ട് അഫലാകാംക്ഷികൾ. അവർക്ക് ഫലം കാക്ഷിക്കാതെയാണ് അവര് കർമ്മം ചെയ്യുന്നത്. സത്വഗുണികളെ പറയുന്നത് അങ്ങനെ അഫലാകാംക്ഷികൾ. അവർക്ക് അവരുടെ ഫലം പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ഫലം അവര് കാക്ഷിക്കുന്നില്ല. രജോ ഗുണികളാണെങ്കിൽ അവരെ ക്രിയതേ ബഹുലായാസം, അതായത് അവര് കഠിന പ്രയത്നം ചെയ്യുന്നവരാണ്. ആ ഒരു വാക്കാണ് അവിടെ ഭഗവാൻ പറയുന്നത്, ബഹുലായാസം, കഠിനമായ പ്രവൃത്തി ചെയ്യുക. താമസികളെ പറയുന്നത് താമസികളെ പറയുന്നത് വിഷാദി ദീർഘസൂത്രി. അതായത് ദീർഘസൂത്രി എന്ന് പറഞ്ഞാൽ അവര് ഇപ്പൊ ഒരു കാര്യം അവരോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് നീട്ടി കൊണ്ടുപോകും. നാളെ ആകട്ടെ. ഇപ്പൊ സത്വഗുണികൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ തമോ ഗുണികളാണെങ്കിൽ 1 വർഷം എടുക്കും അത് ചെയ്തു തീർക്കുക. അതാണ് ദീർഘസൂത്രി എന്ന് ഉദ്ദേശിക്കുന്നത്. ദീർഘം നീട്ടി കൊണ്ടുപോവുക. ഇത് 18ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും. ഇതാണ് 3 ഗുണത്തിൽപ്പെട്ടവരുടെ ലക്ഷണങ്ങൾ. അവര് ആ ജീവാത്മാക്കളിൽ കാണുന്ന ലക്ഷണങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. സത്വഗുണികളായാലും രജോ ഗുണികളായാലും തമഗുണികളായാലും. അതായത് ഓരോ ജീവാത്മാക്കളിലും ഈ 3 ഗുണങ്ങളുണ്ട്. അതിന് മുൻപത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു, രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തത. ഈ 3 ഗുണങ്ങളിൽ ഏതാണോ ഡോമിനന്റായി വരുന്നത്, അതായത് നമ്മുടെ മുജ്ജന്മ കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഏത് ഗുണമാണോ ഡോമിനന്റായി വരുന്നത്, അപ്പോൾ അതിന്റെ പ്രഭാവം നമ്മളിൽ പ്രകടമാകും. അപ്പോ തമോ ഗുണമാണെങ്കിൽ ആ തമോ ഗുണം മുന്നിട്ട് നിൽക്കും. അപ്പോ രജോ ഗുണം സത്വഗുണം താഴ്ന്നു പോകും. അത് അവിടെ പ്രകടമാവില്ല. രജോ ഗുണമാണ് മുന്നിട്ട് നിൽക്കണമെങ്കിൽ എന്ത് സംഭവിക്കും? സത്വഗുണം ഉണ്ടാവില്ല, തമോ ഗുണം ഉണ്ടാവില്ല. സത്വഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ രജോ ഗുണവും തമോ ഗുണവും പ്രകടമാവില്ല, സത്വഗുണം മുന്നിട്ട് നിൽക്കും. അപ്പൊ ആ ജീവാത്മാവില് സത്വഗുണമാണ് പ്രകടമാവുക. ഇനി നമ്മള് ഈ സത്വഗുണം രജോ ഗുണം തമോ ഗുണമുള്ള ജീവാത്മാക്കൾക്ക് മരണം സംഭവിക്കുമ്പോൾ, അവര് ദേഹം വിട്ടുപോകുമ്പോൾ ആ ജീവാത്മാവ് എവിടെയാണ് എത്തിപ്പെടുന്നതെന്നാണ് ഭഗവാൻ അടുത്ത 2 ശ്ലോകങ്ങളിലൂടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 14
യഥാ സത്വേ പ്രവൃദ്ധേ തു പ്രളയം യാതി ദേഹഭൃത് തതോത്തമവിതാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. സാത്വികർ മരിക്കുമ്പോൾ ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തുന്നു. അതായത് സത്വഗുണികൾ മരിക്കുമ്പോൾ എത്തുന്നത് എവിടെയാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് സത്വഗുണ സമ്പന്നൻ ബ്രഹ്മലോകം, ജനലോകം മുതലായ ഉത്തമ ഗ്രഹങ്ങളിൽ എത്തിച്ചേർന്ന് ദേവതുല്യമായ ആനന്ദം അനുഭവിക്കും. അമലാൻ എന്ന പദം ഇവിടെ പ്രസക്തമാണ്. രജസ്തമോ ഗുണങ്ങൾ തീണ്ടാത്തത് എന്നാണ് ഇതിനർത്ഥം. ഭൗതിക ലോകത്തിൽ മാലിന്യങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും പരിശുദ്ധമായ സത്ത സത്വഗുണമാണ്. വ്യത്യസ്തരായ ജീവാത്മാക്കൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഗ്രഹങ്ങളുണ്ട്. സത്വഗുണത്തിൽ വർത്തിക്കുമ്പോൾ മരിക്കുന്നവർ ഋഷിവര്യരും മഹാഭക്തരും വാഴുന്ന ഗ്രഹങ്ങളിലേക്ക് ഉയരും. സത്വഗുണം മുന്നിട്ട് നിൽക്കുന്ന ജീവാത്മാക്കള്, അവരിൽ സത്വഗുണമാണ് പ്രകടമായിരിക്കുന്നത്. ആ മരണ സമയത്തെങ്കിൽ അവരെത്തുന്നത് ഋഷിവര്യന്മാരും അവരൊക്കെ ഉത്തമ ഭക്തന്മാര്, അവര് ചെല്ലുന്ന ആ ലോകങ്ങളിലേക്കാണ് ഈ സത്വഗുണികളായ ആ ജീവാത്മാക്കള് എത്തിച്ചേരുന്നത്. അങ്ങനെ അവർക്ക് അവിടുത്തെ ദേവതുല്യമായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണ്? അവര് അമലാൻ, അവർക്ക് ആ മാലിന്യങ്ങളൊന്നും തീണ്ടാത്തത് കൊണ്ട്, അതായത് രജസ്തമോ ഗുണങ്ങൾ തീണ്ടാത്ത ആ സമയത്ത് അവർക്ക് സത്വഗുണമാണ് മുന്നിട്ട് നിന്നിരുന്നത്. അതായത് രജോ ഗുണവും തമോ ഗുണവും അവരിൽ പ്രകടമായിരുന്നില്ല. അതുകൊണ്ട് അവര് ഋഷിതുല്യന്മാര് അവര് എത്തിച്ചേരുന്ന ആ ലോകങ്ങളിലേക്ക് എത്തുന്നു. ഓരോ ജീവാത്മാക്കളും ഓരോ അവരുടെ ആ കർമ്മ ഇങ്ങനെ ഏത് അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്, ഏത് ഗുണത്തിലാണ് ഇരിക്കുന്നത്, അതിനനുസരിച്ച് അങ്ങനെയുള്ള ലോകങ്ങളിലേക്ക് അവരെത്തപ്പെടും. അപ്പൊ സത്വഗുണിയിൽ എത്തുന്നത് ഋഷിവര്യന്മാര് അവരെത്തുന്ന ആ ലോകങ്ങളിലേക്കാണ്. അവിടെ അവര് ദേവതുല്യമായ ആനന്ദം അനുഭവിച്ച് അവരവിടെ വസിക്കുന്നു. മഹാഭക്തന്മാരും വാഴുന്ന സ്ഥലങ്ങളിൽ നിന്നും കൂടി ഇവിടെ പറയുന്നു. ഋഷിവര്യന്മാരും മഹാഭക്തരും വാഴുന്ന ഗ്രഹങ്ങളിലേക്ക് വരും. അതായത് സത്വഗുണികൾ എത്തിച്ചേരുന്നത് ഋഷിവര്യന്മാരും മഹാഭക്തന്മാരും എത്തിച്ചേരുന്ന ആ ഗ്രഹങ്ങളിലേക്കാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് രജോ ഗുണികളും തമോ ഗുണികളും, അതായത് രജോ ഗുണമാണോ തമോ ഗുണമാണോ ആ ജീവാത്മാവിന് ആ മരണ സമയത്ത് പ്രകടമാകുന്നത്, അവരെത്തുന്നത് എവിടേക്കാണ്, അവരുടെ അവസ്ഥ മരണശേഷം എങ്ങനെയാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. രജസി പ്രളയം ഗത്വാ കർമ്മസംഖ്യഷു ജായത്തെ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായത്തെ. രജോ ഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ ഫലം ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. തമോ ഗുണത്തോടെ മരിക്കുന്നവരാകട്ടെ മൃഗങ്ങളായിട്ടാണ് പിറക്കുക. അതായത് നമ്മൾ വിചാരിക്കും മനുഷ്യരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് മനുഷ്യജന്മം തന്നെയാണ് അടുത്ത ജന്മങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക എന്നല്ലേ, അങ്ങനെ വിചാരിക്കും. ചിലവർ വിചാരിക്കും ഈ ജീവിതത്തോടു കൂടി ഇനി നമുക്ക് ജന്മങ്ങളില്ല, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു, അതുകൊണ്ട് ഇവിടെ എല്ലാ സുഖങ്ങളും ഇപ്പോൾ തന്നെ അനുഭവിച്ച് തീർക്കണം, ഇനി ഒരു ജന്മമില്ല, അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു, ഈ രജോഗുണികള്, അതായത് മരണസമയത്ത് രജോ ഗുണത്തിലാണ് ആ ജീവാത്മാവ് ഇരിക്കുന്നതെങ്കിൽ അവര് ആ രജോ ഗുണത്തിലുള്ളവർക്ക് അവരുടെ മെയിൻ എന്താണ്? കാമ്യകർമ്മങ്ങൾ, അവർക്ക് ഫലോദിഷ്ട കർമ്മങ്ങൾ ചെയ്യണം, അങ്ങനെ അവർക്ക് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണം. അതുകൊണ്ട് അവർ വീണ്ടും ഈ ഭൗതിക ലോകത്ത് വന്ന് ആ കർമ്മികളുടെ ആ ജീവിതമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവര് ജ്ഞാനം അറിയാതെ, ജ്ഞാനം എന്താണ്, ജീവാത്മാവിന് ഈ മനുഷ്യജന്മം കിട്ടിയാലുള്ള ലക്ഷ്യം എന്താണെന്ന് അറിയാതെ അവർ വീണ്ടും ഈ BODD സർക്കിളിൽ ഇങ്ങനെ കർമ്മികളായി ജീവിച്ചും മരിച്ചും അവര് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് അവരുടെ അവസ്ഥ. അതായത് മരിക്കുന്ന സമയത്ത് രജോ ഗുണമാണെങ്കിൽ അവര് കർമ്മികളായി വീണ്ടും ഈ ഭൂമിയിൽ തന്നെ ജനിച്ച് വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് അവരുടെ ഇന്ദ്രിയ സുഖങ്ങളെല്ലാം അനുഭവിച്ച് വീണ്ടും തിരിച്ച് വീണ്ടും ഇങ്ങനെ വന്ന് ആ BODD സൈക്കിള് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ തമോ ഗുണത്തിൽ ജനിച്ചവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാല് അവര് വീണ്ടും തമോ ഗുണത്തിൽ നിന്ന് വീണ്ടും, അതായത് മനുഷ്യനായിട്ടിരുന്ന് തമോ ഗുണം മരിക്കുന്ന സമയത്തും ആ തമോ ഗുണം മാത്രമാണ് അവരിൽ പ്രകടമാകുന്നതെങ്കിൽ അവർ വീണ്ടും മനുഷ്യനല്ലാതെ അതിനേക്കാൾ താഴ്ന്ന യോനിയിലേക്ക് വീണ്ടും ജനിക്കും. അതായത് താഴ്ന്നെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് താഴെ. അപ്പൊ ഇപ്പൊ നമ്മള് പറയും മനുഷ്യരായിട്ട് തന്നെ ജനിക്കുന്നു പറഞ്ഞത് അങ്ങനെയല്ല എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയാണ്. മൂഢയോനിഷു ജായതേ. ആ മൂഢയോനിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്ഞാനികള് മൃഗങ്ങൾക്ക് തുല്യമായി, അതായത് മനുഷ്യനിൽ താഴെയുള്ള ജീവാത്മാക്കൾ, അതായത് മൃഗങ്ങളുടെ ജന്മങ്ങൾ എടുത്ത് അവർക്ക് ആ ജീവിതം അനുഭവിച്ചു തീർക്കേണ്ടി വരും. അങ്ങനെ മൃഗങ്ങളായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനായി ജനിക്കണമെങ്കിൽ എത്രയോ ജന്മങ്ങൾ എടുത്തിട്ട് വേണമല്ലേ. അപ്പോ ഈ തമോ ഗുണത്തിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനുഷ്യജന്മം വീണ്ടും കിട്ടണമെങ്കിൽ അനേക കോടി ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ തമോ ഗുണത്തിൽ ജനിച്ചവര് മനുഷ്യ ജീവിതത്തെ പറ്റി
തമോ ഗുണം വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ മരിച്ച ശേഷം മൃഗരൂപത്തിലുള്ള ജീവിതത്തിലേക്ക് തരം താഴ്ത്തപ്പെടുമെന്ന് ഈ ശ്ലോകം ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ അധപ്പതിച്ച നിലയിൽ നിന്ന് പരിണാമ പ്രക്രിയയിലൂടെ അയാൾക്ക് വീണ്ടും മനുഷ്യ ജീവിതത്തിലേക്ക് ഉയർന്നു വരണം. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ പറ്റി ഗൗരവത്തോടെ ചിന്തിക്കുന്നവരെല്ലാം സത്വഗുണം പരിശീലിച്ചുകൊണ്ട് സജ്ജന സമ്പർക്കത്താൽ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇങ്ങനെയല്ലാതെ ഒരാൾക്ക് വീണ്ടും മനുഷ്യനായി പിറക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. അതായത് തമോ ഗുണത്തിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ആ ജീവാത്മാവിനെ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ട് വേണം വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടാൻ. അങ്ങനെ ആ മനുഷ്യജന്മം കിട്ടിയിട്ട് വീണ്ടും ആ ജ്ഞാനം എന്താണ് ഈ മനുഷ്യജന്മം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്തിനാണ് ഭഗവാൻ ഈ മനുഷ്യജന്മം തന്നത്, അത് അറിയണമെങ്കിൽ നമുക്ക് ജ്ഞാനം കിട്ടണം അല്ലെ. അപ്പൊ വീണ്ടും നമ്മൾ സത്വഗുണത്തിലേക്ക് ഉയർന്നു വരണം. ഇപ്പോ തമോ ഗുണത്തിൽ ഇരിക്കുകയാണെങ്കിലും ആ വ്യക്തിക്കും സത്വഗുണത്തിലേക്ക് ഉയർന്നു വരാം. അതായത് നമ്മള് സത്വഗുണികളായ വ്യക്തികളുമായി നമുക്ക് സമ്പർക്കം വരുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ ആ ഗുണങ്ങൾ നേടിയെടുക്കും. അങ്ങനെ തമോ ഗുണത്തിൽ ഇരിക്കുന്നവരും വീണ്ടും സത്വഗുണത്തിലേക്ക് ഉയർന്നു വന്ന് ജ്ഞാനം നേടി, അതായത് കൃഷ്ണാവബോധത്തിൽ വന്നാൽ സത്വഗുണിയായാലും രജോഗുണിയായാലും അവർക്ക് സത്വഗുണം നേടാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ സത്സംഗങ്ങളിലെല്ലാം പോയി അവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ സത്വഗുണത്തിലേക്ക് ഉയരാം. കൃഷ്ണാവബോധത്തിൽ വന്ന് സത്വഗുണത്തിൽ ഉയർന്ന് ഈ 3 ഗുണങ്ങളും അതിജീവിക്കാൻ നമുക്ക് കഴിവ് ഉണ്ടാവും. അതായത് നമ്മൾ സത്വഗുണത്തിൽ രജോഗുണം തമോ ഗുണം സത്വഗുണം നമ്മളെ എല്ലാവരിലും ഉണ്ട്. പക്ഷെ ഈ രജോഗുണത്തിനെയും തമോ ഗുണത്തിനെയും നമ്മൾ അടിച്ചമർത്തുക, അതായത് സത്വഗുണത്തിലേക്ക് ഉയരാൻ നമുക്ക് ആഗ്രഹം വരണം. അതിന് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ എന്തുകൊണ്ടാണ് സത്വഗുണത്തിലേക്ക് വരണമെന്ന് പറയുന്നത്, എന്താണ് സത്വഗുണത്തിന്റെ വന്നാലുള്ള ഗുണങ്ങള്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. അപ്പൊ അതൊക്കെ പഠിച്ച് നമ്മൾ സത്വഗുണത്തിലേക്ക് ഉയർന്ന്, സത്വഗുണത്തിൽ നിന്നാലും മതിയാവില്ല, സത്വഗുണത്തിനും ഉണ്ട് അതിൻ്റെതായ ബന്ധനങ്ങൾ അല്ലെ. ആ സത്വഗുണത്തിലെ സുഖത്തിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ സുഖത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രം മതി എന്ന് ചിന്തിച്ചാല് നമ്മൾ അതിലും ബന്ധിക്കപ്പെടും. അതും കഴിഞ്ഞ് നമ്മൾ വിശുദ്ധ സത്വത്തിലേക്ക് ഉയരണം. അതിന് നമ്മൾക്ക് ജ്ഞാനം, നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം. അതായത് നമ്മൾ ആ സുഖമല്ല, നമുക്ക് അതിന് ജ്ഞാനം നമ്മൾ സമ്പാദിച്ചേ മതിയാകും. അതിനാണ് നമ്മൾ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. അത് സത്സംഗങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ജ്ഞാനം, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഏത് ഗുണമാണോ നമ്മൾ ഈ ഗുണങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ നമുക്ക് ഈ സ്വഭാവങ്ങളെല്ലാം കാണാം. അപ്പൊ അത് ഏത് ഗുണമാണെന്ന് നമുക്ക് ഈ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളെ തന്നെ വിലയിരുത്തണം. നമ്മളിൽ ഏത് ഗുണമാണ് മുന്നിട്ട് വരേണ്ടത്. രജോ ഗുണം തമോ ഗുണം നമ്മളിൽ ഉണ്ടാവും. അത് പ്രകടമാകുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. അതിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. എപ്പോഴും നമുക്ക് സത്വഗുണത്തിൽ തന്നെ ഇരിക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾക്കും തമോ ഗുണവും രജോ ഗുണവും വരും. അതായത് നമ്മുടെ മുജ്ജന്മ കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്ക് രജോ ഗുണവും തമോ ഗുണവും നമ്മിൽ വരും. അത് വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്ത് സത്വഗുണത്തിലേക്ക് ഉയരണമെന്ന് നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കിക്കണം. അതിനാണ് നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ആ മന്ത്രജപത്തിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ, അതായത് രജസമോ ഗുണങ്ങളെ നമുക്ക് അതിജീവിക്കാനായിട്ട് നമ്മുടെ മഹാമന്ത്ര ജപത്തിലൂടെ എല്ലാവർക്കും സാധിക്കും. അത് നമ്മൾ നിത്യേന സദാ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക. അതായത് നവതാ മാർഗങ്ങൾ പരിശീലിക്കാൻ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ശ്രവണം. അപ്പൊ നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മളത് ചെവിയിലൂടെ ആ മഹാമന്ത്രം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ജ്ഞാനങ്ങളെല്ലാം മാറി നമുക്ക് ജ്ഞാനം പ്രകാശിക്കും. അപ്പോൾ നമ്മുടെ നവദ്വാരങ്ങളിലും ആ ജ്ഞാനത്തിന്റെ പ്രകാശം ഉണ്ടാകും. ആ പ്രകാശം നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മളെ നിർമ്മലം, അതായത് നമ്മുടെ മാലിന്യങ്ങളെല്ലാം നീങ്ങും. അപ്പൊ നമുക്ക് പരിശുദ്ധി വരും. അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മളെ ജന്മങ്ങളായി കോടിക്കോടി ജന്മങ്ങളായി കിടക്കുന്ന ആ ജ്ഞാനത്തിന്റെ ആ അന്ധകാരം അതെല്ലാം മാറി, മാലിന്യങ്ങളെല്ലാം മാറി നവദ്വാരങ്ങളിലും നമുക്ക് ജ്ഞാനം പ്രകാശം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശുദ്ധ സത്വത്തിലേക്ക് ഉയരാൻ സാധിക്കും. ആ ജ്ഞാനത്തിന്റെ പ്രകാശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായും ആ ഭൗതിക ഗുണങ്ങൾ, ഈ സത്വരജോ തമോ ഗുണങ്ങളെയൊക്കെ നമുക്ക് അതിജീവിച്ച് വിശുദ്ധ സത്വത്തിലേക്ക് ഉയരാൻ സാധിക്കും. അതിന് നമ്മളെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. നമ്മൾ നവതാ മാർഗങ്ങൾ പരിശീലിക്കുക. നമുക്ക് ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനിലെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതിലൂടെ നമുക്ക് കിട്ടുന്ന ആനന്ദം അതെന്താണെന്ന് മനസ്സിലാക്കി ആ നാമജപത്തിലൂടെ നമ്മൾ ഭഗവാന് ശരണം പ്രാപിച്ച് ആ ഭഗവാന്റെ പാദത്തിലെല്ലാം അർപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് വേണ്ടിയാണെന്ന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഗുണങ്ങളും പരിശുദ്ധമാവും. എല്ലാ പ്രവൃത്തികളും പരിശുദ്ധമായാൽ നമ്മൾ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണെന്നുള്ള ബോധ്യം നമുക്ക് തന്നെ വരും. പിന്നെ നമ്മൾ കഴിക്കുന്നത് സാത്വികമായ ഭക്ഷണം,
അതായത് ഭഗവാന് നിവേദിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം സാത്വികമായ ഗുണങ്ങളായി വരും. നമുക്ക് മറ്റ് രജസ്തമോ ഗുണങ്ങൾ നമ്മളെ ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കുന്നില്ല. അതായത് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ആ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും. അതല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവർക്കാണ് അവരുടെ ചിന്തകളെല്ലാം മാറിപ്പോകുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇന്നത്തെ ഭക്ഷണമാണ് നാളത്തെ ചിന്ത എന്ന് പറയും. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ പ്രതിഫലനമാണ് ആ കാണുന്ന പിന്നെ നമ്മളിൽ വരുന്ന ചിന്തകളെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ സാത്വികമായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ചിന്തകളും സാത്വികമായിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ആ രജസും തമസും നമ്മളിലേക്ക് കയറാൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ സത്വഗുണത്തിലേക്ക് ഉയർന്നു വരും. അങ്ങനെ ഓരോരുത്തരും ആ സത്വഗുണത്തിലേക്ക് ഉയർന്ന് അതിനും മേലെയായ വിശുദ്ധ സത്വത്തിലേക്ക് ഉയർന്നത് നമ്മൾ അത്രയ്ക്കും പരിശുദ്ധി വരണം. എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധ സത്വത്തിലേക്ക് ഉയരാൻ സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മളെ പോലുള്ള ജീവാത്മാക്കൾ അതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ നമുക്ക് കിട്ടിയ ഈ ചെറിയ ജീവിതം അത് എപ്പോഴാണ് നമുക്ക് അറിയില്ല നഷ്ടപ്പെടുക. അതുവരെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ജന്മത്തിൽ സാധിച്ചില്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, നമുക്ക് ഇനിയുള്ള ജന്മങ്ങൾ എവിടെ വെച്ചാണോ നമ്മൾ ഈ ജന്മത്തിൽ അത് അവസാനിപ്പിക്കുന്നത് അതിന്റെ തുടർച്ചയായി നമുക്ക് അടുത്തൊരു ജന്മം കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ വെച്ചും അത് തുടരാൻ സാധിക്കും. ഓരോ നിമിഷവും നമ്മൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായത് തമോ ഗുണം രജോ ഗുണത്തിലും പെട്ടുകഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അവസ്ഥ നമുക്ക് ഭഗവാൻ ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് പോകാതെ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ ഭഗവാന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക, അതിലേക്ക് വ്യാപൃതരാവുക. അതായത് നമ്മൾ മറ്റു സംഘങ്ങളിലേക്ക് ഭഗവാൻ നമുക്ക് 11-ാം അധ്യായത്തില് 55-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് 5 കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. ഭക്തന് വേണ്ട 5 കാര്യങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കൃഷ്ണ 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മത് കർമ്മകൃത് മത് പരമോ മത് ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യസ മാമേതി പാണ്ഡവ. അതായത് എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുക, മത് കർമ്മകൃത് മത് പരമോ, എന്നെ പരമദിവ്യോത്തമ പുരുഷനായി കാണുക അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതാണ്, ഭഗവാനെ വേണ്ടി കർമ്മം ചെയ്യുക, ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായി കാണുക, മത് ഭക്ത എന്റെ ഭക്തനാവുക, സംഘവർജിത അതായത് ഭൗതിക കാര്യങ്ങളിൽ പെടാതെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ, സംഘവർജിത അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിർവൈരഹ സർവഭൂതേഷു എല്ലാവരോടും നമ്മൾ സൗഹൃദം പുലർത്തുക, ഒരാളോടും ശത്രുതാ മനോഭാവം കാണിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഈ 5 കാര്യങ്ങള് ശരിയായി ചെയ്യുന്ന ഭക്തൻ യസ മാമേതി പാണ്ഡവ, മത് കർമ്മകർ മത് പരമോ മത് ഭക്ത സംഘവർജിത നിർവൈരഹ സർവഭൂതേഷു യസ മാമേതി പാണ്ഡവ. അത് ഭഗവാന് എത്തും. അതായത് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മൾ ഈ 5 കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനിലേക്ക് തന്നെ എത്തും. ഈ 5 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ഈ ത്രിഗുണങ്ങളെ നമ്മൾക്ക് മറികടക്കാൻ സാധിക്കണം. അതിനാണ് നമുക്ക് ഈ സത്സംഗങ്ങളും നമ്മുടെ ഈ കൃഷ്ണാബോധ പ്രവർത്തനം, അതിൽ നിന്ന് നമ്മളെ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് നമ്മളെ മുക്തരാക്കാനാണ് നമുക്ക് ഈ സത്സംഗങ്ങളിൽ പോയി നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക. അതായത് നമ്മൾ മറ്റു ഭൗതിക കാര്യങ്ങളിലേക്ക് പെടുമ്പോഴും നമ്മൾ അതിൽ മുഴുകാതിരിക്കുക, അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാതെ മറ്റു നമ്മുടെ കൂടെയുള്ള മറ്റു വ്യക്തികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം അവർ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും പ്രവൃത്തികളെല്ലാം ഒരേപോലെ. പക്ഷെ നമ്മൾക്കറിയാം നമ്മൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്, അവർ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സത്സംഗങ്ങളിലും നമ്മുടെ ഇസ്കോൺ ടെമ്പിളിലെല്ലാം ഒരുപാട് ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. ജന്മാഷ്ടമി തുടങ്ങി ഭഗവാന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. അവിടെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ ഒരു ആഘോഷത്തിനിടയിലും ഒരു അടിപിടിയോ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ വരുന്നവർക്കെല്ലാം ഒരേ മനസ്സാണ്, അവർക്ക് സത്വഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവർക്ക് ഇതെല്ലാം മനസ്സിലാക്കി, കുറെ പേര് ഇത് അറിയാത്തവരുണ്ടാവും, പക്ഷെ അവിടെ വന്നു കഴിയുമ്പോൾ അവർക്കും അത് മനസ്സിലാക്കും. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ആ ഭക്തന്മാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് അവർക്കും അതിൽ ഉൾപ്പെട്ട് വേറൊരു ചിന്ത അവർക്ക് വരുന്നില്ല അവിടെ ഉള്ള സമയത്ത്. എന്നാൽ മറ്റമ്പലങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളിലും എല്ലാം സംഭവിക്കുന്നത് എന്താണ് നമുക്കറിയാലേ. ഓരോ അമ്പലങ്ങളിലും ഓരോ ആഘോഷങ്ങളിലും എന്തെല്ലാം പ്രവർത്തനങ്ങളും സാധാരണ ശരിക്കും നമ്മൾ അതിശയിച്ചു പോകും. അവരെല്ലാം ഭക്തരാണോ എന്ന് തന്നെ ചിന്തിച്ചു പോകും അല്ലെ. അവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും, ഇപ്പൊ നമ്മള് ഉത്സവങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരുപാട് ബാൻഡ് സെറ്റും മേളവും എല്ലാം ഉണ്ടാവും. പക്ഷെ അവരെല്ലാം ചെയ്യുന്നത് എന്താണ്? സ്വയം അവരുടെ ഇന്ദ്രിയ ആസ്വാദനമാണ് അവിടെ നടക്കുന്നത്. അവരൊരിക്കലും ഭഗവാന് വേണ്ടിയാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് ചെയ്യുന്നതെന്ന്
തോന്നുന്നില്ല. അവർക്കെല്ലാം സ്വയം എന്താ പറയാ ആഘോഷിക്കണം, സ്വയം ഇന്ദ്രിയങ്ങളെ ആസ്വാദനം നടത്തണം. അതിനുവേണ്ടി മാത്രം വരുന്നവരാണ്. എല്ലാവരും അല്ല, ഒരുപാട് മിക്കവരും ആ വരുന്നവരിൽ ഭൂരിഭാഗം പേരും അങ്ങനെയുള്ള ഒരു ആസ്വാദനമാണ് അവർ ആഗ്രഹിക്കുന്നത്. വർഷം തോറും അവർ അങ്ങനെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു, അവർ സ്വയം ആഘോഷിക്കുന്നു, അവിടെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഈ ഗുണങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഓരോ മനുഷ്യരിലുള്ള ഗുണങ്ങൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. രജോ ഗുണം വർദ്ധിക്കുന്നവരോ ചെയ്യുന്നത് എന്താണ്, തമോ ഗുണം വർദ്ധിക്കുമ്പോൾ ഏതൊക്കെ ഗുണങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു അതിനനുസരിച്ച് അവർ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇസ്കോൺ ഡിവോട്ടീസ് ചെയ്യുന്ന ആഘോഷങ്ങളും മറ്റു ഡിവോട്ടീസ് ചെയ്യുന്ന അമ്പലങ്ങളിലെ ആഘോഷങ്ങളും ഉണ്ടാകുന്ന ആ വ്യത്യാസങ്ങൾ. അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു, കാഴ്ചയിലെല്ലാം എന്താ അവിടെ ആഘോഷം, ഇവിടെ ഉത്സവം, എല്ലാം ഭഗവാന് വേണ്ടി, ദേവീദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്നു. പക്ഷെ ആ ചെയ്യുന്ന ആ ഭക്തന്മാര് തമ്മിലാണ് വ്യത്യാസം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷ്ണാബോധത്തിൽ നമ്മൾ വന്നതിന്റെ, നമ്മളിവിടെ എത്തിപ്പെട്ടതിന്റെ നമ്മുടെ ആവശ്യകത. നമ്മൾ അവിടെ ആയിരുന്നെങ്കിൽ നമ്മളും അതിൽ പെട്ടുപോകും. അതായത് ഭൗതികതയിൽ പെട്ട് കിടക്കുന്ന ജീവാത്മാക്കളാണ് അവിടെ മിക്കവരും. അവർക്ക് സാത്വിക ഗുണങ്ങളും ഉണ്ടെങ്കിലും അവര് അതിൽ പെട്ട്, മറ്റ് ഭക്തന്മാരുടെ കൂടെ പെട്ട് അവരും ആ ഭൗതികത്തിൽ പെട്ട് അവരുടെ ഇന്ദ്രിയാസ്വാദനം നടത്തി ഭഗവാനെ സന്തോഷിപ്പിക്കലല്ലാതെ അവരുടെ ആ സന്തോഷത്തിൽ പെട്ടുപോയി അവർക്ക് ഈ ജ്ഞാനമൊന്നും അവർക്ക് കിട്ടുന്നില്ല. ശരിയായ രീതിയിലുള്ള ഈ ആധ്യാത്മിക ജ്ഞാനം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തു പോകുന്നത്. നമ്മൾ കൃഷ്ണാബോധത്തിൽ വന്നതുകൊണ്ട് ഈ പ്രഭുപാദർ നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഇത്രയും വലിയ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ട് നമ്മൾക്കത് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം അതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുക. മറ്റുള്ള ആഘോഷങ്ങളിലും ഇതിലൊക്കെ പെട്ട് നമ്മൾ ഈ രജസ്തമോ ഗുണങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാതെ നമ്മൾ സത്വഗുണം ഉയർത്തി അതിൽ നിന്നും വിശുദ്ധ സത്വത്തിലേക്ക് ഉയർന്ന് നമ്മുടെ ആത്മാവിനെ, നമ്മൾക്ക് എവിടെയാണോ നമ്മുടെ പരമമായ ലക്ഷ്യം ഇരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ ആ മഹാമന്ത്ര ജപത്തെ മുറുകെ പിടിച്ച് എല്ലാവർക്കും ഭഗവാന്റെ, നമ്മുടെ ലക്ഷ്യം ലോക വൃന്ദാവനം, ഭഗവാന്റെ നമ്മുടെ സ്വരൂപ ജ്ഞാനം അറിഞ്ഞ് ഭഗവാനെ സേവിക്കുക. അതാണ് നമ്മുടെ ആത്മാവിന് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കർമ്മം. അതായത് ഭഗവാനെ സേവിക്കുക. ആ സേവനമാണ് ഏറ്റവും വലിയ സേവനം. അല്ലാതെ നമ്മൾ ഇന്ദ്രിയാസ്വാദനം നടത്തിയത് കൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടേക്ക് എത്തും. അതായത് രജോഗുണികളാണെങ്കിൽ തിരിച്ച് ഇവിടെ എത്തി കർമ്മികളായി വീണ്ടും അത് തന്നെ ചെയ്യും. തമോ ഗുണമാണെങ്കിൽ നമ്മൾ വീണ്ടും താഴെ അതപ്പതിച്ച് മൃഗങ്ങളായി ജനിക്കും. ഇതിൽ ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അത് ഭഗവാൻ പറയുന്നുണ്ടല്ലേ, ഏതാണോ അർജുന നിനക്ക് ഇഷ്ടം. അതായത് 18-ാം അധ്യായത്തിൽ ഇതെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അർജുനനോട് ചോദിക്കുന്നുണ്ടല്ലേ, നിനക്ക് ഏതാണോ താല്പര്യം അതിൽ നിനക്ക് മുന്നേറാം. അപ്പൊ നമ്മളും അതുപോലെ നമ്മളും നമ്മളോട് ചോദിക്കണം, നമ്മുടെ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിൽ നിന്ന് നമുക്ക് അതിനൊക്കെ അതിജീവിച്ച് വിശുദ്ധ സത്വത്തിലേക്ക് ഉയരണം. അതോ നമ്മൾ വീണ്ടും ഇപ്പോൾ ഈ ഭൗതികതയിൽ പെട്ട് ഈ രജസ് തമസ് അതിൽ പെട്ട് നമ്മൾ വീണ്ടും അതിന്റെ ഗുണങ്ങളിൽ പെട്ട് അതിനെ ഭവിക്കുന്ന ആ ഭാവിയാണോ നമുക്ക് വേണ്ടത്? അതോ നമുക്ക് നമ്മുടെ ആത്മാവിനെ ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിലേക്ക് നമുക്ക് എവിടെയാണോ എത്തേണ്ടത്, ആ സ്വരൂപജ്ഞാനം, നമ്മൾ എവിടെ നിന്നാണോ വന്നത്, ഭഗവാന്റെ അംശമാണ് നമ്മളെന്ന് പറഞ്ഞു, ആ അംശത്തിന് എവിടേക്കാണോ എത്തേണ്ടത്, എവിടെയാണ് അതിന്റെ പ്രാപ്യസ്ഥാനം, അവിടേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുക. അതായത് ഈ 3 ഗുണങ്ങളെ നമ്മൾ പഠിച്ചാൽ നമുക്ക് ചിന്തിക്കാനാണ് ഭഗവാൻ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. ഓരോ മനുഷ്യർക്കും അതിനുള്ള ബുദ്ധിശക്തി ഉണ്ട്. അപ്പൊ അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അവർ ചിന്തിക്കുക, ഈ ത്രിഗുണങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാം, എന്താണ് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്. അതായത് നമ്മൾ സത്സംഗങ്ങളിൽ പോയി അവിടെ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഭക്തിയുത ഭഗവത് സേവനം ഇന്ന് മാത്രമാണ് നമ്മുടെ ആത്മാവിനെ ഭഗവാൻ അടുത്തേക്ക് എത്താനുള്ള ഒരു വഴി. ഭക്തിയാണ് മാർഗം. അപ്പൊ നമ്മൾ എല്ലാവരും ആ ഭക്തിയിൽ മുന്നേറണം. ഭഗവാന്റെ നാമം തന്നെ നമുക്ക് നമ്മളെല്ലാവരും പരിശുദ്ധരാക്കും അല്ലെ. ഭഗവാന്റെ നാമം, അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും ഈ മന്ത്രം ജപിക്കാനുള്ള ആ ഒരു ജിജ്ഞാസ, അത് എങ്ങനെ ജപിക്കണം, അതായത് നമ്മൾ ശ്രദ്ധയോടെ ജപിക്കണം. ശ്രദ്ധയോടെ ജപിക്കാനുള്ള മാനസികാവസ്ഥ എല്ലാവർക്കും ഭഗവാൻ തരട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ ലോക വൃന്ദാവനത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യെസ്. ഹരേ കൃഷ്ണ മാതാജി. എല്ലാവർക്കും മനസ്സിലായി, നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കൂടുതൽ മനസ്സിലാവും ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കും. നന്നായിട്ട് കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി, നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഴിഞ്ഞ 2 സെക്ഷൻസ് ലിവിങ് ആൻഡ് ഡൈയിങ് ഇൻ മൂഡ്സ്. അതാണുള്ള സെക്ഷൻ അങ്ങനെയാണ്, ലിവിങ് ആൻഡ് ഡൈയിങ് ഇൻ മൂഡ്സ്. അപ്പോൾ സത്വഗുണത്തിലെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു, രജോഗുണത്തിലെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു, സത്വഗുണം മുന്നേറുമ്പോൾ അവരുടെ സ്വാധീനം എങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ സത്വഗുണത്തിലെ ആൾക്കാർ സത്വഗുണത്തിൽ സ്വാധീനിക്കുമ്പോൾ അപ്പം ഈ പറഞ്ഞ 11ാം ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, മനസ്സിലാക്കി. 11 പതിനൊന്ന് 12 എന്നുള്ളത് രജോ ഗുണത്തിൻ്റെയും 13 എന്നുള്ളത് തമോ ഗുണത്തിൻ്റെയും. അപ്പോൾ ദാറ്റ് ഈസ് ലിവിങ് ഇൻ ദ മൂഡ്സ്. 14 15 എന്നുള്ളത് ഡൈയിങ് ഇൻ മൂഡ്സ്. സത്വഗുണത്തിൽ മരിച്ച ആളുടെ ഡെസ്റ്റിനേഷൻ, ആളെ എവിടെ എത്തിച്ചേരുന്നു അവിടെ പറയുന്നുണ്ട്. മഹാഭക്തന്മാരോട് പറയുന്നുണ്ട്, പിന്നെ വലിയ ആചാര്യന്മാർ, ഈ പറഞ്ഞ ജനലോക, തപലോക എന്നീ പറയുന്ന ലോകങ്ങൾ, അവിടെ ഈ ഭക്തന്മാരെ കൂടുതൽ ഓസ്റ്റീരിറ്റീസ്, തപസ്സനുഷ്ഠിക്കുന്ന തപസ്വികൾ താമസിക്കുന്ന സ്ഥലം. മഹാഭക്തന്മാരെ പൊതുവെ അവരിങ്ങനെ ഉയർന്ന പ്ലാനറ്റ്സിൽ സ്വർഗത്തെ മീതിരിക്കുന്ന ജനലോക, മഹാലോക, തപോലോക, സത്യലോക എന്നാണ് അവസാനത്തെ മാറണം. ഭക്തന്മാർക്ക് അവിടെ പോകുന്നതിന് കാര്യമില്ല. പക്ഷേ ചിലപ്പോൾ അതൊരു ഇതിന് വേണ്ടിയിട്ട് പറയണത് ഭക്തന്മാരും കൂടി താമസിക്കുന്ന സ്ഥലം ഉദ്ദേശിച്ചാണ്. ആക്ച്വലി ഭക്തന്മാരുടെ വാസസ്ഥലം എന്നുള്ളത് ഈ പറഞ്ഞ ഉയർന്ന പ്ലാനറ്റ്സിലല്ല. തപസ്വിനികൾ, യെസ്, തപോലോകം അതിൽ വരുന്നുണ്ട്, മഹർലോകം വരുന്നുണ്ട്, ജനലോകം വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ഈ പറഞ്ഞ സത്വഗുണികൾ, അതായത് സത്വഗുണ കൂടുതലുള്ള ആൾക്കാർ മരണശേഷം അവരെ ഈ ലോകങ്ങൾ എത്തിച്ചേരും. രജോഗുണികൾ അവിടെ തന്നെ ഇരിക്കും. ഈ ഭൂർമണ്ഡലം നമുക്ക് 3 ഉണ്ട് അവിടെ. ആ ഭൂർമണ്ഡലത്തിൽ എവിടെയെങ്കിലും അവരെ തുറന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർ മനുഷ്യരായിട്ട് തന്നെ തുടരുന്നു. തപോഗുണികളുടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, നാം മനസ്സിലാക്കി. അവർക്ക് മനുഷ്യ ശരീരം പോലും ലഭിക്കില്ല. 2-ാം അധ്യായത്തിൽ 40-ാം ശ്ലോകത്തിൽ വേണ്ട നേഹാവിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ എന്ന് പറയുന്നത് എന്താണ്? മരണഭയം. ഏറ്റവും ഭയാനകമായിട്ടുള്ള ഭയം എന്താണ്? മരണം. അല്ല, മരണത്തിന് ശേഷം, മരണാനന്തരം നമുക്ക് എന്ത് സംഭവിക്കുമോ അതിനെപ്പറ്റി ആലോചിക്കും. മരണം എല്ലാവർക്കും സംഭവിക്കും. അപ്പോൾ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും, നമ്മൾ എന്തായിട്ട് തിരിച്ചു വരും എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞ മൃഗങ്ങളായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കഷ്ടമായിട്ടുള്ള മരങ്ങളായിട്ട് വരികയാണെങ്കിൽ അതിനേക്കാൾ മോശമാണ്. മൃഗങ്ങൾക്ക് പിന്നെ അറ്റ്ലീസ്റ്റ് മൂവ്മെന്റ് ചേതസ്, കുറച്ച് കോൺഷ്യസ്നെസ് കുറച്ചുകൂടി ഉണ്ട്. ഏത് ശ്ലോകത്തിലാണ് 3 തരം കോൺഷ്യസ്നെസ് പറയുന്നുണ്ടോ? 3-ാം അധ്യായത്തിൽ 38-ാം ശ്ലോകത്തിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? പുകയാൽ മൂടപ്പെട്ട അഗ്നി, കുടിയാൽ മൂടപ്പെട്ട കണ്ണാടി, ഗർഭത്തിലിരിക്കുന്ന ശിശു. അപ്പൊ ഈ 3 ആവരണങ്ങള്, പുകയാൽ മൂടപ്പെട്ട അഗ്നി എന്ന് പറയുമ്പോൾ നമുക്ക് അഗ്നി കാണാൻ പറ്റുന്നുണ്ട്. പുക ജസ്റ്റ് ചെറിയൊരു മറ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ആ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കാൻ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് മനുഷ്യനെ ഉദ്ദേശിച്ചാണ് പറയണം. അതേ സമയത്ത് പൊടിയാൽ മൂടപ്പെട്ട കണ്ണാടി എന്ന് പറയുമ്പോൾ കണ്ണാടി എത്ര വിസിബിൾ, പൊടി ശരിക്കും തുടയ്ക്കണം, തുടച്ചൊന്നായിട്ട് മാറ്റിയാൽ മാത്രമേ കണ്ണാടി കാണാൻ പറ്റുള്ളൂ. അതാണ് ഈ മൃഗങ്ങൾ. അതേ സമയത്ത് ഗർഭത്തിലിരിക്കുന്ന ശിശു, അതിന് അനങ്ങാൻ പോലും പറ്റില്ല, അത്രത്തോളം ഇടുങ്ങിയിരിക്കുകയാണത്, സപ്രസ്ഡ്. അതാണ് മരങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തമോ ഗുണത്തിന് ആധിക്യം ഉണ്ടെങ്കിൽ മൃഗങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ മരങ്ങളായിട്ടും ചിലപ്പോൾ പോകും. അപ്പൊ അതാണ് ഭയം. പക്ഷേ നമ്മൾ ഭക്തിയോഗം ഏറ്റെടുക്കുകയാണെങ്കിൽ, നിഷ്കാമ ഏറ്റെടുക്കുകയാണെങ്കിൽ
ത്രായതോ മഹതോ ഭയാർ. ഇതിനേക്കാൾ ഏറ്റവും ഭയാനകമായ ഭയത്തിനെ പോലും നമുക്ക് താണ്ടി എഴുതാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് ഈ സംഭവിക്കണം? ഇപ്പോ നമ്മൾ വിചാരിക്കും, ശരി, തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് ഹാപ്പിയാണോ, രജോ ഗുണത്തിലുള്ള ആൾക്കാർ ഹാപ്പിയാണോ, സത്വ ഗുണത്തിലുള്ള ആൾക്കാർ ഹാപ്പിയാണോ? സത്വ ഗുണത്തിലുള്ള ആൾക്കാർ ഹാപ്പി എന്ന് എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അതേസമയത്ത് രജോ ഗുണത്തിലുള്ള ആൾക്കാരും അവരുടെ രീതിയിൽ സന്തോഷിക്കുന്നു, തമോ ഗുണത്തിലുള്ള ആൾക്കാരും സന്തോഷിക്കുന്നു. ഇപ്പൊ 9ാം ശ്ലോകം എന്നുള്ളത് 3 സമ്മറൈസ് ചെയ്യുന്നുണ്ട്. സത്വഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ക്വാളിറ്റീസ് സമ്മറൈസ് ചെയ്യുന്നതാണ് 9ാം ശ്ലോകം. അപ്പൊ അതില് സത്വഗുണത്തിലുള്ള ആൾക്കാർ എന്താണ്? ആൾക്ക് അതീവ സന്തുഷ്ടനാണ്. അതീവ സന്തുഷ്ടനായതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന പരമാത്മാവിന്റെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതിന്റെ ആവശ്യം എന്തിനാ? ഞാൻ ഭയങ്കര സന്തുഷ്ടനാണ്, ഞാൻ ഹാപ്പി ആയിട്ട് പോകണം. ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ ഞാൻ ഈ ഗുണം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. വേറൊരു പുറമേ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഹി വിൽ നോട്ട് ലിസൺ ടു പരമാത്മാ. രജോഗുണികളാണ് എപ്പോഴും ആക്റ്റീവ്, എപ്പോഴും സംസാരിച്ചു. സംസാരം എന്ന് ഉദ്ദേശിച്ചാൽ എപ്പോഴും ആക്റ്റീവാണ്. അപ്പം ഏത് സമയത്ത് ഒരു നിമിഷം സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കും. സംസാരം അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്നുള്ള അവർക്ക് എന്താണ്? സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അത് തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞതിനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പുനഃ ചർവിത ചർവണാനാം. രജോഗുണികൾ ഉദ്ദേശിച്ച പറഞ്ഞത് പുനഃ ചർവിത ചർവണാനാം. ചെയ്ത് തന്നെ പറഞ്ഞതിനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ശബ്ദമായിരിക്കും, അവിടെ ചെവിടിലും മനസ്സിലും ഭയങ്കര ശബ്ദമായിരിക്കും. അതുകൊണ്ട് പരമാത്മാവ് പറയുന്ന കാര്യം അവർ കേൾക്കില്ല. മൂന്നാമത്തെ തമോ ഗുണികളാണെന്താണ്? തമോ ഗുണികൾക്ക് എപ്പോഴും എന്താണ്? ഏറ്റവും പ്രകടമായ ഭാവം അജ്ഞാനം. അജ്ഞാനം വരുമ്പോൾ ഇന്നേർട്ടാണ്, അവരെ ലേസി, അനക്കല്ല അവര്. അപ്പോ ഇഗ്നോറൻറ്റ്, അറിയൂല്ല. അതുകൊണ്ട് പരമാത്മാവ് ഉള്ളിലിരിക്കുന്ന കാര്യം പോലും അവർക്കറിയില്ല. അപ്പോൾ പരമാത്മാവിനെ പ്രസൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും ഈ ഗുണത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാത്തതുകൊണ്ട് സത്വമന്ത്രാൾക്കാർക്ക് നന്നായിട്ട് അറിയാം, ബട്ട് അയാൾക്ക് അത് തോന്നുന്നില്ല, ആവശ്യകത തോന്നുന്നില്ല. രജോ ഗുണത്തിലുള്ള ആൾക്കാരും പരമാത്മാവിനെ കുറിച്ച് അറിയാം, പക്ഷെ ഇയാളുടെ ആക്ടിവിറ്റി കാരണം പരമാത്മാവിനെ ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. അയാൾക്ക് കേൾക്കുന്ന പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ സമയം. തമോ ഗുണികൾക്ക് തികച്ചും ഇഗ്നോറൻ്റ് ആണ് അവര്. അങ്ങനെ അവർ പരമാത്മാവിനെ അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ ആൾക്കാരെന്താണ്? ദേ ആർ സാറ്റിസ്ഫൈഡ് ഇൻ ദെയർ ഓൺ. അവരവരുടെ നിലയിൽ സന്തോഷമായിരിക്കണം. ശ്രീമദ് ഭാഗത്തിൽ പറയുന്നുണ്ട്, നമ്മൾ പുറത്ത് കാണുമ്പോൾ ചിലപ്പോൾ ഈ പന്നികളെ മറ്റെല്ലാം വളരെ മോശമായിട്ട് ചെയ്യും. നമുക്ക് നമുക്ക് മനസ്സിലായി എങ്ങനെ വൃത്തിയായിട്ട് കുണ്ടിലേക്ക് ഇരുന്ന് ചളിക്കുണ്ടിലും അമൃതം അമേതിയുള്ളതിലും ഇങ്ങനെ ഉരുണ്ട് പരണ്ട് ഇരിക്കണം. ഇതാ നമുക്ക് അവജ്ഞ തോന്നും, ഇതൊരു ഇതാണ്. പക്ഷെ അവർക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോ ജീവാത്മാവ് ഏത് കണ്ടീഷനിൽ ഇരുന്നാലും ശരി, ദേ ആർ വെരി ഹാപ്പി എന്ന് ശ്രീമദ് ഭാഗത്ത് പറയുന്നുണ്ട്. ഏത് മോശമായ കണ്ടീഷനായാലും ശരി, ജീവാത്മാവ് അത് സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ തമോ ഗുണികൾ അത്രയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് തമോത്തിരിക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് ഇവരുടെ ശ്രദ്ധ ഭഗവാനിക്ക് തിരിക്കണമെങ്കിൽ പ്രീച്ചിങ് ആവശ്യമാണ്. അതിനാണ് പരഭക്തന്മാര് പ്രചാരം ചെയ്യുന്നത്. പ്രചാരത്തിനാണ് സാരം എന്നുള്ളത്. നമ്മളെപ്പോഴും 3-4 കാര്യങ്ങൾ പറയാറുണ്ട്. പ്രീച്ചിങ് ഇസ് എസൻസ് എന്ന് നമ്മൾ പറയും. ബുക്സ് ആർ ദ ബേസിസ് നമ്മൾ പറയും. ബുക്സ് ആർ ദ ബേസിസ്. ബുക്സ് ആണ് നമ്മുടെ അതായത് ശാസ്ത്രമാണ് നമ്മുടെ അടിസ്ഥാനം. യൂട്ടിലിറ്റി ഈസ് എ പ്രിൻസിപ്പിൾ. യൂട്ടിലിറ്റി ഏത് കാര്യം അതിനകത്ത് കൃഷ്ണാബോധത്തോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, ഏത് കാര്യം കൃഷ്ണ വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ കൃഷ്ണാബോധത്തിന് ഉപയോഗിക്കുമ്പോൾ അത് യൂട്ടിലിറ്റിയും മാറും. അനാസക്തസ്യ വിഷയാൻ യഥാഹു ഉപയുഞ്ജതേ നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യമുച്യതേ. യുക്തവൈരാഗ്യം എന്ന് വെച്ചാൽ എന്താണ്? ഏത് കാര്യം കൃഷ്ണാബോധത്തിന് കൃഷ്ണന്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് യുക്തവൈരാഗ്യമാണ്. അപ്പോൾ അതാണ് യൂട്ടിലിറ്റി വേണം. യൂട്ടിലിറ്റി ഇസ് എ പ്രിൻസിപ്പിൾ. നമ്മൾ എപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ
ഏത് കാര്യം ഇറ്റ് ഈസ് പോസിബിൾ ടു എൻഗേജ് ടു കൃഷ്ണ സർവീസ്. പ്യൂരിറ്റി ഇസ് എ ഫോഴ്സ്. പ്യൂരിറ്റി, ശുദ്ധത, അതാണ് ഫോഴ്സ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, പ്യൂരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ആ പ്യൂരിറ്റി ഇംപ്യൂർ ആയിട്ട് ആൾക്കാരായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്യൂരിറ്റി നഷ്ടപ്പെടും. ഈവൻ വിതിൻ ഇസ്കോൺ ഓൾസോ ഈ പ്രശ്നമുണ്ട്. വളരെ ഫ്രാങ്കായിട്ട് പറയുമ്പോൾ പ്രഭാതനെ ധിക്കരിച്ച ആൾക്കാർക്ക് പ്യൂരിറ്റി കുറയും, തീർച്ചയായിട്ടും കുറയവർക്ക്. കാരണം പ്രഭാതം ധിക്കരിച്ച ആൾക്കാരനെ വരണം. പ്രഭാതനെ ധിക്കരിച്ച് സ്വയം ഗുരുക്കളാക്കാരാണ്. ദേ വിൽ നോട്ട് ഹാവ് പ്യൂരിറ്റി. അപ്പൊ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കും, ഓൾദോ നമ്മൾ സൂപ്പർഫിഷ്യലി നമുക്ക് വരണതായിട്ട് പോകണമെങ്കിൽ ശരി, ആ കോണ്ടാമിനേഷൻ എപ്പോഴും ഉണ്ടാവും. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനെ ബാധിക്കും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ ഈ ആത്മീയ ജീവിതം റേസേഴ്സ് എഡ്ജ്, ക്ഷുരസ്യധാര എന്ന് പറയും. ക്ഷുരസ്യധാര ഇത്രയും ഷാർപ്പാണ് ഈ റേസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ, ശരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രസമുള്ള ഫേസ് കിട്ടും. ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ്, മുഖം എല്ലാം കീറിപ്പോകും. അപ്പോൾ നമുക്ക് തോന്നും യെസ് എല്ലാം ഡിവോട്ടീസ് ആണ്, അവരും ജപിക്കണം നമ്മളും ജപിക്കണം, അവരും ആഘോഷം ഉണ്ടാക്കണം, നമ്മൾ ആഘോഷിക്കണം. എല്ലാ ആഘോഷങ്ങളും എല്ലാം സൂപ്പർഫിഷ്യൽ എല്ലാം ഒന്നാണ്. ആഘോഷങ്ങൾ ശരിയാണ് ചെയ്യുന്നതെല്ലാം ഇതാണ്. അവർ ഭയങ്കര അഡ്വാൻസ് ചെയ്യാൻ നമുക്ക് തോന്നും. പക്ഷെ അവരുടെ ഉള്ളിൽ ഈ കറയുണ്ട്. പ്രഭാതനെ ധിക്കരിച്ച ഗ്രൂപ്പാണ് അവര്. തീർച്ചയായിട്ടും അവരുടെ അസോസിയേഷൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പ്യൂരിറ്റി ഈസ് എ ഫോഴ്സ്. ആ പ്യൂരിറ്റി നഷ്ടപ്പെടും. ആൻഡ് പ്രീച്ചിങ് ഇസ് എസെൻസ്. ഈ 4 കാര്യം. അപ്പോൾ പ്രീച്ചിങ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ തമോ ഗുണികളെയും രജോ ഗുണികളെയും തിരിച്ച് ഭഗവാനിലേക്ക് എത്തിക്കുക, സത്വഗുണികളുടെ ഉണർത്തുക. ദാറ്റ് യു ഹാവ് ടു ആക്ച്വലി ലുക്ക് ടു കൃഷ്ണ ഓൺലി, യു ഹാവ് ടു ലുക്ക് ടു പരമാത്മ ഓൺലി എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രീച്ചിങ് ഉണ്ടാവുന്നത്. അത് പ്രീച്ചിങ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗുണങ്ങൾ തന്നെ ഇരിക്കെ വരാം. കൃഷ്ണാബോധം ഇല്ലെങ്കിൽ, കൃഷ്ണാബോധത്തെ പറ്റി അറിവില്ലെങ്കിൽ ഇവർ ഗുണങ്ങളിൽ കണ്ടിന്യൂ ചെയ്യും. ഈ പറഞ്ഞ മാതിരി അവരിങ്ങനെ ബ്യൂട്ടി സൈക്കിൾ ഇങ്ങനെ കറങ്ങി പോകേണ്ടി വരും. അതിൽ നിർത്തണമെങ്കിൽ പ്രീച്ചിങ് ആവശ്യമാണ്. ആ പ്രീച്ചിങ്ങിന്റെ ഭാഗം അതെല്ലാം. സോ നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും പ്രീച്ച് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവണം. ശിലാപ്രഭാതം മിഷൻ എന്നുള്ളത് പ്രീച്ചിങ് മിഷനാണ്. നമ്മൾ മാത്രം ചാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഭഗവാൻ ധാമിലേക്ക് പോവാം, അതല്ല. അതൊരു ഉദ്ദേശമാണ്. പക്ഷെ അതിനേക്കാൾ ഉദ്ദേശം വലുത് ഈ പറഞ്ഞ പതിതാത്മാക്കളാണ്. എന്നാലേ നമ്മൾ വൈഷ്ണവരാണ്. പതിതാത്മാക്കളെ നമ്മൾ ശരിയായ ദിശ കാണിച്ചുകൊണ്ട് കൃഷ്ണാമൂർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം. എല്ലാവർക്കും ആ ആഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. കൃഷ്ണ. വാഞ്ചാകൽപതരൂപസ്യ കൃപാസിന്ധുഭ്യേവ ച പതിനാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ കീ ജയ. ഹരേ